ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഏറ്റവും ബഹുമാനം നിറഞ്ഞ ഉസ്താദുമാർ, എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കൾ, മുത്താലിം സുഹൃത്തുക്കൾ, എനിക്ക് അർപ്പിതമായി കിട്ടിയ വിഷയം ഈ ഇസ്ലാമിക ആരോഗ്യശാസ്ത്രവും രീതി. ആരോഗ്യ സംരക്ഷണത്തെക്കുറിച്ച് ആരോഗ്യ സംരക്ഷണത്തിന് അതിപ്രാധാന്യം നൽകിയ മതമാണ് വിശുദ്ധ ഇസ്ലാം. ആരോഗ്യത്തെ നശിപ്പിക്കുന്ന എല്ലാ ഇസ്ലാമുകളും അതിശക്തമായി വിലക്കിയിട്ടുണ്ട്. ഘട്ടം ഘട്ടമായി മദ്യത്തെ ഉന്മൂലനത്തിലൂടെ ഇസ്ലാം അത് അരക്കെട്ട് ഉറപ്പിച്ചു. മാത്രമല്ല, കള്ളു പോലത്തെ ആരോഗ്യത്തെ പൊള്ളലേൽപ്പിക്കുന്ന സർവ്വലഹരികളും നിഷിദ്ധമാണെന്ന് ഇസ്ലാമിൻ്റെ പ്രഖ്യാപനം. കുല്ലു മുസ്കിരിൻ ഹംറു വകുല്ലു ഹംറിൻ ഹറാം. എല്ലാ ലഹരി പദാർത്ഥങ്ങളും മദ്യസമാനമാണ്. എല്ലാ മദ്യസമാനമായതും നിഷിദ്ധമാണെന്ന് തിരുമൈ മുത്ത് അതിലേക്ക് വിരൽ ചൂണ്ടുന്നു. മനസ്സിൻ്റെ ആരോഗ്യമാണ് അവരുടെ ഏറ്റവും വലിയ ആഗ്രഹം. 5 നിസ്കാരത്തിലൂടെയും ഏകാന്ത പ്രാർത്ഥനയിലൂടെയും മനസ്സിൻ്റെ ആരോഗ്യം ഊട്ടിയിറക്കുമെന്ന് ഭൗതികവാദികളെ സംബന്ധിച്ചു കഴിഞ്ഞു. കൂടാതെ യോഗയേക്കാൾ ശരീരം മികച്ച നിലയെത്തിക്കാൻ നിസ്കാരം കൊണ്ട് സാധ്യമാണെന്ന് ആരോഗ്യ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. വയറിൻ്റെ 1/3 ഭാഗം ഭക്ഷണം, 1 ഭാഗം വെള്ളം, മറ്റൊരു ഭാഗം ഫ്രീ എന്നിങ്ങനെ ഇസ്ലാമിക ആരോഗ്യശാസ്ത്ര രീതി. ഇതപ്പടി അനുസരിച്ച് സ്വഹാബത്തിന് രോഗപ്രതിരോധ ശക്തി കൂടുതലായിരിക്കുന്ന ചരിത്രം വിളിച്ചറിയിക്കുന്നത്. ആരോഗ്യ സംരക്ഷണത്തിൻ്റെ ഭാഗമായി മറ്റേത് മതവും ദർശനവും പറയാത്ത വിധം പരാമർശങ്ങളും ഇസ്ലാം ഉദ്ധരിക്കുന്നുണ്ട്. രോഗകരായ കീടങ്ങൾ വന്ന് വീയാത്ത പാത്രങ്ങൾ മൂടിവെക്കണമെന്ന് തിരുനബി അരുളിയതായി കാണാം. പാനീയത്തിൽ ശ്വാസം ചെയ്തെന്ന് അവിടുന്ന് ഉദ്ബോധിച്ചു. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. വാഹൃദവാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.